രാവിലെ ഇറങ്ങിയിട്ടൊന്നും അടിച്ചില്ലതേ. ഇപ്പോൾ ദേ ഒരു കിടുക്കൻ ചെമ്പല്ലി അടിച്ചിട്ടാ, റെഡ് കളറിലെ കിളിക്കൻ സാധനം അൾട്രാ മീഡിയം ലൈറ്റിൽ അടിച്ചിട്ടാ. ഇതുപോലെ ട്രാവലറോടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പോണ വഴിയൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്ത് മീൻ പിടിക്കാം. ഓക്കെ, ബോയിങ് ട്രാവൽ റോഡിൽ ഒരു ചെറിയ ചെറുമീൻ അടിച്ചിട്ടുണ്ട്. ഒരു 600-700 ഗ്രാം ഉണ്ടാവുള്ളൂ. നമുക്ക് പിന്നെ റിലീസ് ചെയ്യട്ടെ, തീരെ ചെറുതാണ്. അപ്പം നമുക്ക് പുതിയ വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്ത് ഇടാനില്ല. കാരണം വെച്ചാൽ എല്ലാം വലിയ വീഡിയോസാണ്. നമ്മൾ ഈ സമയം മാത്രമല്ല ഫോണിൻ്റെ മുമ്പിൽ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫോണിൻ്റെ മുമ്പിൽ ഇരിക്കുന്നില്ല. ഇത് ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ടേക്കുന്ന വീഡിയോ ആണ്. 6 സ്ട്രൈക്ക് ഉണ്ട്, 6 മീനിൻ്റെ മേളിൽ കയറുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ബോറടിക്കില്ല. വറ്റയുണ്ട്, ചെമ്പല്ലിയുണ്ട്, ബ്രാല് വലിയ 1,700 ബ്രാല്. ആ റേഞ്ചിലുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യണത്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ റെക്സൺ. വെൽക്കം ടു മൈ ചാനൽ ടാക്ലെറ്റ്സ് വ്ലോഗ്സ്. അപ്പോൾ ടാക്ലെറ്റ്സ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് എല്ലാ കൂട്ടരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് ജസ്റ്റ് റോഡ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കണം. നമ്മളത് ശരി കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കണല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നല്ലൊരു അടിപൊളി ഒരു പനി അടിച്ചായിരുന്നു. വേറെ ഒന്നുമില്ല പറ്റിയത്, നല്ല മഴ നിന്ന് കൊണ്ടിട്ട് നല്ലവണ്ണം വെയിലും കൊണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ നമുക്ക് പനി അടിച്ച് 21 ദിവസത്തെ റെസ്റ്റാണ്, 21 ദിവസത്തെ ഗുളികയാണ് വന്നേക്കണം. അപ്പോൾ നമുക്കിപ്പോൾ പനി മാറി, എന്നാലും ബാക്കിയുള്ള റെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ 11 ദിവസത്തോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും നമുക്ക് റോഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. പനി അവിടെ കിട്ടെ. ഓക്കെ, നമ്മൾ ഈ റോഡിൻ്റെ വീഡിയോ ഇപ്പോൾ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഉള്ള ഈ റോഡിൻ്റെ പറ്റി കണ്ടമാനം പേര് ഈ റോഡ് അന്വേഷിച്ചുകൊണ്ട് കിടപ്പുന്നുണ്ട്. പല ആളുകൾ നമ്മൾ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുന്നത്, ഇടയിൽ ലൈൻ വെയിറ്റ് എത്രയാണ്, ലൂർ വെയിറ്റ് എത്രയാണ്, റോഡ് വെയിറ്റ് എത്ര. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എന്നാലും ആളുകൾ ചോദിക്കാറുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അയക്കാം. അപ്പോൾ ഈ റോഡിനെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചാണ്. നമ്മൾ എന്തായാലും 10 വീക്ക് വീക്കും വന്ന സ്ഥിതിക്ക്. ഇതാണ് ഇതിൻ്റെ ബോട്ടം സൈഡ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് സെക്ഷൻ വേണ്ട പോയി നല്ല ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ കിടുക്കാച്ചി ഒരു റോയൽ സൈസ് റീൽ സീറ്റ്. പിന്നെ ഹാൻഡിൽ നമുക്ക് എത്ര നേരം വേണമെന്നുണ്ടെങ്കിൽ കാസ്റ്റ് ചെയ്യുക. സ്ലിം ഹാൻഡിലാണ്, ഏത് ആംഗ്ലറും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്ലിം ഹാൻഡിലാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കണ്ടത് നല്ല ഹാൻഡിയാണ്, എത്ര നേരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്ന് കാസ്റ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-12 ഗ്രാം ലൈൻ വെയ്റ്റും 4-12 ഗ്രാം 4-12 LB ലൈൻ വെയ്റ്റും 5-15 ഗ്രാം ലൂർ വെയ്റ്റും നമുക്ക് ഈ റോഡിന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ മൊത്തം 7 ഗൈഡ് സപ്പോർട്ടിങ്ങിന് വേണ്ടി വരുന്നുണ്ട് കേട്ടോ. മൊത്തം 7 ഗൈഡ് ഉണ്ട്. 605 അതാണ് ഇതിൻ്റെ സൈസ് കേട്ടോ. 605 എന്ന് പറയുന്ന സൈസിലാണ് ഇത് വന്നേക്കണം. ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരേ സമയം സോൾട്ട് വാട്ടറിലേക്കും ഫ്രഷ് വാട്ടറിലേക്കും യൂസ് ചെയ്യുക. കാരണം ഇത് അത്യാവശ്യം ഫാസ്റ്റ് ആക്ഷൻ റോഡാണ്. നമുക്കങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും മീനിന് വേണ്ടി വഴങ്ങി കൊടുക്കുന്ന ഒരു സൈസ് റോഡല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പുവെള്ളത്തിൽ അത്യാവശ്യം ഒരു 1 കിലോ റേഞ്ചുള്ള ചെമ്പല്ലി, വറ്റ അങ്ങനെയുള്ള മീനുകളെയൊക്കെ പെർഫെക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട്, കല്ലിൻ്റെ ഇടയിൽ നിന്ന് എടുക്കാൻ, ചെറിയ സൈസ് ഗ്രൂപ്പേഴ്സിനെ പിടിക്കാനായിട്ട്, അതിനെല്ലാത്തിനും കൂടി പറ്റിയ ഒരു റോഡാണത്. പിന്നെ നമ്മളിതിൻ്റെ കൂടെ സ്ഥിരം പെയർ ചെയ്യണ കൊമോഡോ 1000 സൈസ് റീലാണ് നമ്മളിതിൻ്റെ കൂടെ ജനറലി പെയർ ചെയ്യാറടാ. എൻ്റെ കയ്യിലുള്ള എനിക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് തോന്നിയൊരു റീലാണിത്. 10 കിലോളം ഡ്രാഗുണ്ട്, 5:2:1 ഗിയർ റേഷ്യോ, 5+1 ബോൾ ബെയറിങ്, മാക്സ് ടാഗ് 10 kg, നല്ല അടിപൊളിയായിട്ടുള്ളൊരു പവർ ഹാൻഡിൽ, അങ്ങനെ കണ്ടമാനം ക്വാളിറ്റിയുള്ള ഒരു റീലാണിത്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്യണതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഇനിയിപ്പം മഴയാണ് വരാൻ പോണത്, നന്നായിട്ട് വെള്ളം പൊന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 കൊല്ലമായിട്ട് മീൻ അടിക്കാറില്ല. വെള്ളം പൊന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ എവിടെയെങ്കിലും പോകും. എവിടെയെങ്കിലും പോകണമെന്നല്ല, പുല്ലിൻ്റെ അടിയിൽ പോയി ഇരിക്കുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മീഡിയം ലൈറ്റ്, അൾട്രാ ലൈറ്റ് റോഡുകളിൽ നമുക്ക് വരാലിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി 2 കൊല്ലത്തിൻ്റെ മേളിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല ക്ലിയറായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിരത്തി 6-8 ബ്രാല് വരെ കിട്ടും നമുക്കൊരു ദിവസം. നമുക്കൊന്ന് പുഴയിലും തോട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രാല് കിട്ടും. അപ്പോൾ അതിന് നമുക്ക് അത്യാവശ്യം ചെറിയ സൈസ് മൈക്രോ ഷാഡുകൾ, 2 ഇഞ്ചിൻ്റെ ഷാഡ്, ചെറിയ സൈസ് സ്പിന്നേഴ്സ്, ചെറിയ സൈസ് സ്പൂൺസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ സ്പൂണൊക്കെ ഇഷ്ടംപോലെ വെക്കാനുള്ള പുതിയ മോഡൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് കാസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് മീൻ അടിക്കും. അപ്പോൾ അങ്ങനെ ഷോക്കായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ലൈറ്റ്, അൾട്രാ ലൈറ്റ് ടാക്കിൾസ് വെച്ചിട്ട് ചെറിയ ലീഡർ ലൈനൊക്കെ ഇട്ടിട്ട് നമുക്ക് മീൻ പിടിച്ച് മീനെ ഒന്ന് ഓടിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു 1 കിലോ റേഞ്ചുള്ള മീൻ, 1.5 കിലോ റേഞ്ചുള്ള മീനൊക്കെ അടിക്കും. ചെറിയ മീനെല്ലാം അടിക്കണം, വലിയ മീൻ അടിക്കും. ഞാൻ ഈ വീഡിയോയിൽ ഓൾറെഡി വലിയ മീൻ ഒരു 1,700-1,600 റേഞ്ചുള്ള ഒരു ബ്രാൽ എനിക്ക് അടിച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിൻ്റെ ക്ലിപ്പ് കൂടി നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള വലിയ വലിയ മീനുകൾ അടിക്കും. നമ്മുടെ ഫ്രണ്ടിൽ എന്ത് മീൻ നിൽക്കുന്നോ ആ മീൻ അടിക്കും. അൾട്രാലൈറ്റ് മീഡിയം ലൈറ്റ് ടാക്കിൾസ്. നമ്മൾ തവള എറിയണ പോലെയല്ല, തവള എറിഞ്ഞ് കളിക്കണ പോലെയല്ല. തവള നമ്മൾ ഒരു 20 പ്രാവശ്യം എറിയണതും നമ്മൾ അണ്ടർ വാട്ടറിൽ കൂടി ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ആട് വലിക്കണം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ആദ്യത്തെ ഇറക്കി മീൻ വന്ന് എടുക്കും. നമ്മളറിയാൻ കൂടി അടിയുന്ന ഒരു പിടുത്തൊരികളെ പിടിക്കണ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് ബലം പിടിച്ചിട്ട് അധികം ഡ്രാഗ് ലൂസ് ആവാത്ത രീതിയിലൊന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവനെ ഹുക്ക് ചെയ്ത് തല പൊന്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഡ്രാഗ് ചെയ്ത് ലൂസ് ചെയ്ത് സുഖമായിട്ട് അടിച്ച് കയറ്റാം. അപ്പോൾ അങ്ങനെ ഒരു പർപ്പസൊക്കെയാണ് ഈ അൾട്രാലൈറ്റിൽ ഈ സമയത്ത് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഫെവിസ്റ്റിക്ക് പോലെയാണ്. ഈ റോഡിൽ ഒരു പ്രാവശ്യം ഒരു മീൻ വന്ന് അടിച്ചാൽ ആ മീൻ പെട്ട് ആ മീൻ പിന്നെ എങ്ങും പോകാൻ പറ്റില്ല. ഒട്ടിയ പോലെയാണ് സത്യം പറഞ്ഞാൽ റോഡ് മേടിച്ച് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പ്ലേ ഇല്ല. മീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങാനുള്ള വലിയ സൗകര്യമൊന്നും റോഡ് കൊടുക്കില്ല. അപ്പോൾ അതേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോട്ടെ. ഇഷ്ടംപോലെ മീൻ കയറണ നല്ല കിടുക്കാച്ചി ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പല ദിവസത്തെ വീഡിയോ ആണ്, എന്നാലും ഈ വീഡിയോസ് നല്ല സൂപ്പർ വീഡിയോസാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഓക്കെ, അടിച്ചടാ നീ അടിച്ചു വാ, വീഡിയോ എടുക്ക് വാ, ഇങ്ങോട്ട് വലുതാണെന്ന്. ഇത് വലിയ മീനാണ്. വിട്ട് മീനാടാ. പണ്ടാരം പിടിക്കാനായിട്ട് ആലാണ് വീഡിയോ എടുക്കണ്ട്. ഇടാൻ പറ്റുമോ നോക്കാം. റോഡ് ഒടിഞ്ഞു പോകും. കുഴപ്പമില്ല, ഓക്സിജൻ ആടല്ലേ. ബ്രൈഡ് പൊട്ടിപ്പോവും. അതാണ് മേലുണ്ട് ബ്രാലി. നോക്കിയാണേ ഇതവിടേക്ക് ഇത് കല്ലുണ്ട്. നോക്കിയാണോ? അതാണ്. നോക്കി ഇങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുവാ. ഈശ്വര ഞാൻ നോക്കിയാണോ? ക്യാമറ എങ്ങനെ ഞാൻ നോക്കാം. റോഡ് ഞാൻ പിടിക്കാം. വേണ്ട അല്ലേ, അങ്ങോട്ട് കൊണ്ടുവാ. ആ ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുവാ. ഞാൻ കരഭാഗത്ത് കൊണ്ടുവന്ന് ഇവിടെ നോക്കിയല്ലോപ്പേ. റിസ്ക് എടുക്കല്ലേ. ചെളീനെ അങ്ങോട്ട് കൊണ്ടുവാ. കരിങ്കല്ല് കണ്ടാ നീ? അതുണ്ട്, ഞാൻ കേട്ടിട്ട് തന്നെ. എങ്ങനെ കേറ്റാനാണ് പണ്ടാരം? ക്യാമറ അവിടെ കൊണ്ട് വെച്ചേ, എനിക്ക് റിപ്പർ ഇട്ടാ മതി. ഓക്കെ, കൊടയാണ്ട് നോക്കണോട്ടാ ശരിക്കും. കൈ ഓടിയരുത്. അടിപൊളി കിടക്കാൻ മീനാണ് അടിച്ചിട്ടുണ്ടാ. ഞാൻ ഗ്രിപ്പർ ഇട്ടാ. അടിച്ചിട്ടുണ്ട് അൾട്രാലൈറ്റ്, സോറി മീഡിയം ലൈറ്റ് റിപ്സ്റ്റർ ഷാർട്ടാ. ഓക്കെ, പോയി
അതേ കന്നഡ ബോയിങ് ട്രാവൽ റോഡ് റിപ്സ്റ്റർ ഷാഡ് 1.5 കിലോ റേഞ്ചുള്ള ഒരു ആല കേട്ടോ. മീഡിയം ലൈറ്റ് ആണ് കേട്ടോ. നമുക്ക് കുറേ നേരം ഡ്രാഗ് ചെയ്തിട്ടാണ് മീൻ എടുത്തേട്ടാ. നേരം തന്നെ മീൻ പൊട്ടിച്ചിട്ട് പോയാൽ ഉറപ്പായിട്ട്. ഓക്കെ ഡാ, ഓക്കെ ഇത്രയുണ്ടേ. ഇതാണ് കേട്ടോ റോഡ്, ബോയിങ് 5 പീസ് ട്രാവൽ റോഡ് കേട്ടോ. ഓക്കെ അതേ നമുക്ക് കിട്ടിയ ബ്രാൽ നമ്മളൊന്ന് തൂക്കി നോക്കണ്ട്. മീഡിയം ലൈറ്റിൽ അടിച്ചത് കൊണ്ടാണ് തൂക്കേണ്ടത്. നമ്മൾ തൂക്കാറൊന്നുമില്ല, അപ്പം തന്നെ വിൽക്കാറാണ് പതിവ്. ആരെങ്കിലും വിളിച്ചാൽ എടുക്കുന്നു. 200 ഉണ്ടാവുന്നു. 1.650 ഉണ്ട് കേട്ടോ. നമുക്ക് മീഡിയം ലൈറ്റിൽ മാക്സിമം കിട്ടിയാണ് 1 കിലോണ്. അതിൽ വലിയ മീനാണ്. കിലോ റേഞ്ച് ഉള്ളൂ കേട്ടോ. ഷാഡിലടിച്ചേക്കണേ കേട്ടോ. അതായത് ബോയിങ് റോഡേ. ചെറിയ ചേർന്നാണ് റിലീസ് ചെയ്യുക. ഷാഡിലടിച്ചേക്കണേ 2.5 വാട്ടറിലെ. ബോയിലും കുറച്ച് ചെറിയ എറിവിനടിച്ചാൽ നമുക്ക് റിലീസ് ചെയ്യാം കേട്ടോ. കുഞ്ഞ സൈസാണ്. പോയിക്കോടാ മോനെ. 700 ഗ്രാമോളം ഉണ്ട് കേട്ടോ. ചാടിപ്പോയാൽ പോയത് തന്നെ. പോയിക്കോടാ. വെള്ളം പിടിക്കണ പോയിക്കോ. അതേ ബോയിങ് ട്രാവൽ റോഡിൽ 5 പീസ് ട്രാവലറാണ്. അതിലും ഒരു ചെമ്പലും കുട്ടനാട് ചെറുതാവുള്ളൂ. നമ്മിണ്ട പോയി ചെറിയ അതെ ബോയിങ് ട്രാവൽ റോഡിൽ അടുത്ത ഒറ്റക്കുട്ടൻ കേട്ടോ. ഓക്കെ ചെമ്പല്ലി അയ്യോ ഒറ്റക്കുള്ളി ചെമ്പല്ലി അത് വിചാരിച്ച ഒറ്റടിച്ചിട്ടുണ്ട്. ബോയിങ് ട്രാവൽ റോഡ് കേട്ടോ. ഓക്കെ ഉണ്ട് കേട്ടോ.
അടുത്തേട്ടാ അയ്യോ പുല്ലേലോടക്കി ദൈവമേ തോന്നുന്നു സെയിം ഷാഡ് തന്നെ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്തത് നമ്മുടെ സ്വന്തം ബോയിങ് 5 പീസ് ട്രാവലറോടാണ് കേട്ടോ. ഒപ്പം കൊമോഡോ 1000 റീലും.